ഹലോ, ഇത് ശിവരാത്രി ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ദേ ഞങ്ങൾ ഒരു യാത്രയിലാണ്. ഞങ്ങൾ പോകുന്നത് എവിടോട്ടാണെന്ന് വെച്ചാൽ കാട്ടിലൂടെ ഒരു യാത്രയാണ്. ശിവക്ഷേത്രത്തിൽ പോവാണ് കേട്ടോ. ആലുവാങ്കുടി മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. ഇത് തണ്ണിത്തോട് കരിമാന്തോട് ആ റൂട്ടാണ് കേട്ടോ. അതായത് കോന്നിന്ന് വരുന്നവർക്ക് ഇതുവഴിയാണ് നമ്മൾ പോകേണ്ടത്, അല്ലാതെ വേറെ വഴിയും പോകാം. കോന്നിന്നാണെങ്കിൽ ആലുവാങ്കുടിയിൽ നിന്ന് ബോർഡ് വെച്ചിട്ടുള്ള ബസ് സർവീസ് കാണും കേട്ടോ. കാരണം അത് ഈ കരിമാന്തോട് ജംഗ്ഷൻ വരെ ഉള്ളൂ. കരിമാന്തോടിൽ നിന്ന് നമ്മൾ പിന്നെ ട്രിപ്പ് ജീപ്പിനോ അല്ലെങ്കിൽ പിക്കപ്പിനോ ആണ് പോകേണ്ടത്. അല്ലാതെ സ്വന്തം വാഹനത്തിൽ വരുന്നവർക്ക് അങ്ങനെ പോകാം, അല്ലാത്തവരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പം ഞങ്ങൾ ഇന്ന് കാർ എടുത്തത് എന്താണെന്ന് വെച്ചാൽ കാർത്തിയും കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് വരുന്നതായിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പിക്കപ്പിലോ ജീപ്പിലോ ആണ് പോകാറ്. ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ ഞങ്ങളുടെ ജീപ്പിനാണ് വന്നത് കേട്ടോ. അതാണ് ഒന്നുകൂടെ നല്ലത്. പക്ഷേ പൊടിയൊക്കെ അടിച്ച് കയറും. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കാർ ഇന്ന് ചൂസ് ചെയ്തത്. മാത്രമല്ല നമ്മുടെ പിക്കപ്പ് പോകുന്നുണ്ട്. പിക്കപ്പിൽ ഇന്ന് അന്നദാനം അച്ഛൻ നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നദാനത്തിനുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അച്ഛൻ ഇന്ന് പിക്കപ്പിൽ അവരുടെ കൂടാണ് വരുന്നത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ പൊടിയൊക്കെ ഇങ്ങനെ ഇളകി കിടക്കും. അപ്പോൾ ഈ പൊടി അടിച്ച് കയറും. നമ്മളിപ്പം ജീപ്പിലോ പിക്കപ്പിലോ ഈ ബൈക്ക് യാത്രക്കാരുടെയൊക്കെ അവസ്ഥ കണ്ടോ. ഇത് വെച്ചാൽ തന്നെ ഹെൽമെറ്റ് വെച്ചാലും ഫുള്ള് പൊടിയാകും. ഇങ്ങനെ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് ആൾക്കാർ കൂടുതലും ഇങ്ങനെ നടക്കുന്നത്. കാരണം അല്ലേ ഈ പൊടി അടിച്ച് കയറുമല്ലേ. അപ്പോൾ ഇതുപോലെ കുറേ വഴികളുണ്ട്. പിന്നെ ടാറിട്ട വഴികളുണ്ട്. രണ്ടും കൂടെ കലർന്ന ഒരു വഴിയാണ് കേട്ടോ. രണ്ട് സൈഡിലും നല്ല കാടാണ്. പിന്നെ ഇപ്പം ഞങ്ങൾ ഈ പോകുന്ന വഴിയല്ലാതെ വേറെയും വഴിയുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കാണിച്ച ആ കരിമാന്തോട് കഴിഞ്ഞ് വരുന്ന വഴി തന്നെ വേറെയും തിരിഞ്ഞ് വലത്തോട്ട് വേറൊരു വഴിയുണ്ട്. ആ റൂട്ട് പോകുമ്പം വഴിയില്ല എന്ന് തന്നെ പറയാം. അതായത് ഫുള്ള് മറ്റേ ഉരുളൻകല്ല് പോലുള്ള അങ്ങനെയുള്ള കല്ലുകളും മണ്ണും ഒക്കെ നിറഞ്ഞ ഒരു വഴിയാണ്. അതിലേക്കൂടെ നമുക്ക് കാറിൽ പോകാൻ കുറച്ച് പാടാണ് കേട്ടോ. അല്ലാതുള്ള ഇപ്പം ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ജീപ്പിലും അല്ലാതെ താറിലൊക്കെയാണ് വരുന്നതെങ്കിൽ അതുവഴി വരാം. അതുവഴി വരുമ്പോൾ വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അല്ലാതെ ഫാമിലിയായിട്ട് ഇങ്ങനെ പോകുന്നവർ ഇതുവഴി പോകുന്നതായിരിക്കും നല്ലത്. അത് കേട്ടറിവാണ് കേട്ടോ. ഞാനതുവഴി പോയിട്ടില്ല. ആൾക്കാർ പറഞ്ഞതാണ് അതുവഴി പോകാൻ കുറച്ച് പാടാണ് എന്നുള്ളത്. കാറും കൊണ്ട് നമ്മൾ ഇതുവഴി വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് പറഞ്ഞു കാറുമായിട്ട് എന്തിനാണ് വന്നത്, കാരണം പോകാൻ നല്ല പാടാണെന്ന്. ഞങ്ങൾ പിന്നെ റിസ്ക് എടുത്ത് വന്നതാണ്. കാരണം കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോൾ നമുക്ക് ഇതായിരിക്കും ബെറ്റർ എന്ന് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ കാറും കൊണ്ട് പോകുന്നത്. ഞങ്ങൾക്കറിയാം പാടായിരിക്കുമെന്ന്. കാരണം ഈ മരത്തിൻ്റെയൊക്കെ വേരുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അത് മാത്രമല്ല ഈ കയറ്റവും ഇറക്കമൊക്കെ ഈ ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. വേറെ വണ്ടികൾ ഇങ്ങനെ വന്ന് ഇതേ കണ്ടില്ലേ, ഇങ്ങനെ വന്ന് ഇടയൊതുക്കാനൊക്കെ നല്ല പാടാണ്. എങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചിങ്ങനെ ഇറങ്ങി. എന്തായാലും പോകാൻ ഇറങ്ങിയതല്ലേ, അപ്പം പകുതിക്ക് വെച്ച് തിരിയുന്നില്ല എന്ന് തന്നെ വിചാരിച്ചു. പൊടി കാരണം ഗ്ലാസ് ഒന്നും കാണുന്ന പോലും ഇല്ല കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ ഒന്നും ക്ലിയർ ആവുന്ന പോലും ഇല്ല. കാരണം നല്ല പൊടി അടിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ എത്താറായിട്ടുണ്ട് കേട്ടോ. ഇനിയും കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഇനി എവിടെയെങ്കിലും ഒരു നല്ല പ്ലേസിൽ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിടണം. അതാണ് അതിലും വലിയ പണി. കാരണം വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മുടെ റോഡിന് തീരെ വീതിയില്ലായിരുന്നു. എങ്ങനെയൊക്കെയോ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ കാറുകളൊക്കെ ഇങ്ങനെ ഒതുക്കിയിരിക്കുന്ന കേട്ടോ. ഞങ്ങൾ എന്തായാലും കാർ അവിടെ ഒതുക്കിയിട്ട് ഇറങ്ങുവാണ് കേട്ടോ. അപ്പം വലിയച്ഛൻ്റെ മക്കളുണ്ട്, അമ്മയും ഞാനും എല്ലാം ഉണ്ട്. അമ്മയ്ക്ക് ചെറിയ ജലദോഷവും ചുമയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും അമ്മയ്ക്ക് ഇവിടെ വരണമെന്നുള്ള ആഗ്രഹത്താൽ വന്നതാണ്. അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു. മരുന്നൊക്കെ കഴിച്ചിട്ടുള്ള വരവാണ്.
നിങ്ങളൂടെ കയറിക്കോളൂ. ഇത് 2 പേർക്കായിട്ട് എല്ലാം കൂടെ കൊടുത്തു കൊടുക്കാൻ പറ്റും. നിങ്ങളൂടെ കയറിക്കും. സാറേ കൊടുമരത്തിൻ്റെ അവിടെ വെച്ചിട്ടാ രാജു സാറേ, കൊടുമരത്തിൻ്റെ അവിടെ വെച്ചിട്ടാ. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് ആൾക്കാർക്ക് അന്നദാനം കൊടുക്കുന്നതിന് മുമ്പ് കൊടിമരത്തിൻ്റെ അവിടെ കൊണ്ട് വെക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മളവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം ആൾക്കാർക്ക് ഇവിടെ നമ്മൾ വിളമ്പി കൊടുക്കാൻ കേട്ടോ. പക്ഷെ അതിന് മുമ്പ് ആൾക്കാർ വന്ന് ക്യൂ ഒന്നും അല്ല, എല്ലാവരും വന്ന് ഇങ്ങനെ നിന്ന് കേട്ടോ. അപ്പോൾ അച്ഛൻ പറഞ്ഞതാണ് ജസ്റ്റ് പെട്ടെന്ന് ഈ ഞാൻ അവിടെ കൊണ്ട് വെച്ചിട്ട് വരാം, എന്നാലല്ലേ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റൂ. കാരണം അവരും വിശന്ന് വലഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. നല്ല വെയിലാണ്. ഒരുപാട് വണ്ടികളിൽ ഇങ്ങനെ പല ആൾക്കാരിങ്ങനെ വന്ന് കൊടുക്കുന്നുണ്ട് അന്നദാനം, എങ്കിലും തിരക്കാണ്. അതുപോലെ ആൾക്കാരാണ് കേട്ടോ. ഞാനതിൻ്റെ വ്യൂ അല്ലാതെ കാണിക്കാമേ. അപ്പം നമ്മുടെ വണ്ടി ഇതാണ് കേട്ടോ, ശ്രീഹരി. ഇതാണ് നമ്മുടെ പിക്കപ്പ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കൊടിമരത്തിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ട് തിരിച്ച് വന്നിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. നമ്മുടെ പിക്കപ്പാണ് ഈ കാണുന്നത്. നമ്മുടെ വണ്ടിയെ പോലെ തന്നെ കുറേ വണ്ടികളിൽ ഇതുപോലെ അന്നദാനം മാത്രമായിട്ട് അന്നദാനം തന്നെ കൊടുക്കുന്നുണ്ട്. അല്ലാതെ ചിലരാണെങ്കിൽ പായസം വെച്ച് കൊണ്ടുവരും, ചിലർ അടുപ്പ് കൂട്ടി ഇവിടെ തന്നെ പായസം ഉണ്ടാക്കും കേട്ടോ. ഈ ഗ്രൗണ്ടിൽ അതിനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ പായസം ഉണ്ടാക്കും. പിന്നെ അല്ലാതെ പുഴുക്ക്, ചേമ്പും കപ്പയും കാച്ചിലും ഒക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ പുഴുക്കാക്കും. അവരൊക്കെ ഇങ്ങനെ വെളുപ്പിനെ തൊട്ടേ ഇതുപോലെ ഇങ്ങനെ വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പോകാനാണ് പ്ലാന്. രാത്രി വരെ നിൽക്കുന്നില്ല, രാത്രിയൊക്കെ ഉണ്ട് കേട്ടോ പരിപാടി ഇവിടെ. അപ്പം ഞങ്ങൾക്ക് വേണ്ട ചേമ്പും കണ്ടു, ഞാൻ പറഞ്ഞില്ലേ, ചേമ്പും കാച്ചിലും ഏതൊക്കെയെല്ലാം കൂടെ പുഴുങ്ങിയ പുഴുക്ക് കിട്ടി. അപ്പം ഞങ്ങളുള്ളത് വാങ്ങിച്ചത് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് അത് കഴിച്ചു. പിന്നെ കുറച്ച് ചോറും കഴിച്ചു കേട്ടോ. കാരണം എല്ലാവർക്കും കൂടെ അത് തികയത്തില്ലായിരുന്നു. അപ്പം ചോറും കഴിച്ചു. അങ്ങനെ കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുവാണ് കേട്ടോ. എൻ്റെ ദൈവമേ, വെയിലത്ത് ഇത്രയും വെയിലാണെങ്കിലും ഈ കാർത്തിയാണെങ്കിൽ ടർക്കിയൊക്കെ തലയിലിട്ട് കഴിഞ്ഞാൽ അന്നേരം എടുത്ത് കളയാൻ കേട്ടോ. അവനിതൊന്നും ഇഷ്ടമല്ല. ഇത് ഇവിടുത്തെ കുളമാണ് കേട്ടോ. ഇത്രയും ഇങ്ങനെ വലിയൊരു കുളമൊക്കെയാണ്. ഞാൻ തന്നെ ആണെങ്കിൽ ഈ വെയിൽ കൊണ്ട് തളർന്നു എന്ന് തന്നെ വേണം പറയാൻ. അമ്മയൊക്കെ ആണെങ്കിൽ അമ്മയ്ക്ക് ഒന്നാമത് വയ്യായിരുന്നു. പിന്നെ ഈ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വന്നതാണ് കേട്ടോ. അമ്പലത്തിൽ വരാൻ തൊഴാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യം. നല്ല തിരക്കാണ് കേട്ടോ. അകത്തോട്ട് പോയതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. കാരണം നമുക്ക് ഫോണും കൊണ്ടൊന്നും പോയി അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതുപോലെ ഇടിയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് നിന്നാൽ മതി, ആൾക്കാർ ഇടിച്ചങ്ങ് കൊണ്ടുപോയിക്കോളും കേട്ടോ. അതുപോലെ തിരക്കാണ്. അതുകൊണ്ട് അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പുറത്തോട്ട് പോയി അന്നദാനത്തിൻ്റെ അവിടോട്ട് പോയത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അച്ഛൻ ആദ്യം നടയിൽ വെക്കാൻ വേണ്ടി പോയപ്പോൾ അതിൻ്റെ പോകുന്നതും അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ എടുത്തായിരുന്നു. പക്ഷേ അതിന് തൊട്ടു മുമ്പും അത് കഴിഞ്ഞുള്ള വീഡിയോ മാത്രമേ എൻ്റെ ഫോണിലുള്ളൂ. എന്തോ പറ്റിയതാണെന്ന് എനിക്കറിയത്തില്ല, ആ ഒരു ഭാഗം മാത്രം ഇല്ല കേട്ടോ. എന്തായാലും അത് മിസ്സായിപ്പോയി. എന്തായാലും ഭഗവാന് ചിലപ്പോൾ അത് ഇഷ്ടമായിരിക്കില്ല അങ്ങനെ അവിടെ കൊണ്ട് വെക്കുന്നതിൻ്റെ വീഡിയോ എടുക്കുന്നത്, അതായിരിക്കാം. പക്ഷെ ഞാൻ വിഗ്രഹമൊന്നും എടുത്തില്ലായിരുന്നു. ജസ്റ്റ് ആ ഒരു കൊടിമരത്തിൻ്റെ അവിടെ കൊണ്ട് വെക്കുന്നത് മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു കേട്ടോ. ഇത് ഈ പിക്കപ്പിലൊക്കെ കണ്ടില്ലേ ആൾക്കാർ പോകുന്നത് കണ്ടില്ലേ. ആ മൂമ്മയൊക്കെ ആണെങ്കിൽ കഷ്ടമുണ്ട്. ആ വെയിൽ ഫുള്ള് കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എത്ര പേരുണ്ട് ആ പിക്കപ്പിലെന്ന് പോലും അറിയില്ല. അതുപോലെ ആൾക്കാർ ഫുൾ ലോഡായിട്ടാണ് കേട്ടോ പോകുന്നത്. അതും ഈ വളവിലൂടെയൊക്കെ പോകുമ്പോൾ ഒരു വല്ലാത്ത റിസ്കിലൂടെയാണ് കേട്ടോ അവർ പോകുന്നത്. അപ്പം നമ്മളും ഇതുവഴി അങ്ങോട്ട് പോയപ്പോഴും ഇപ്പോഴത്തെ ഇറങ്ങുമ്പോഴാണെങ്കിലും അങ്ങോട്ട് പോയപ്പോൾ ഫുൾ അമ്മ നമശിവായ ജപിക്കാൻ പറഞ്ഞ് ഞങ്ങളെല്ലാവരും അങ്ങനെ നാമം ജപിച്ചാണ് കേട്ടോ പോയത്. ആ ഒരു ഫുള്ളൊരു വളവ് കണ്ടോ. ആ വളവല്ല, വളവിനെക്കാട്ടി പ്രശ്നം അതിൻ്റെ ഒരു സൈഡിലാണെങ്കിൽ ഒരുമാതിരി കൊക്ക പോലാണ്. പിന്നെ റോഡാണെങ്കിൽ ഭയങ്കര മോശവും. അപ്പം അതൊക്കെ കൊണ്ടാണ് ഈ കാറിൽ പോകുന്നത് കുറച്ച് ടാസ്ക്കാന്ന് പറയുന്നത് കേട്ടോ. അപ്പം എന്തായാലും ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. നന്നായിട്ട് എന്തായാലും മഹാദേവൻ അനുഗ്രഹിച്ച് അവിടെ പോയി നമുക്ക് തൊഴാൻ പറ്റുന്ന വർഷങ്ങളിലാണെങ്കിലും മഹാദേവൻ അനുഗ്രഹിച്ചാൽ അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.